നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആരോഗ്യ മേഖലയിലെ പിഴവുകളെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുക വന്നത് തൊട്ട് അതിനു മുമ്പ് തൊട്ടേ അവിടെ പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ചികിത്സയിലുള്ള പിഴവുകളാണെങ്കിലും അതുപോലെ തന്നെ ഓരോ സൗകര്യങ്ങൾ, അതായത് ചികിത്സിക്കാൻ വരുന്നവർക്കുള്ള സൗകര്യങ്ങളിലൊക്കെ ആണെങ്കിലും വലിയ പിഴകളാണ് ഈ ഓരോ സർക്കാരിന്റെ ആശുപത്രികളിൽ ഉണ്ടാകുന്നതെന്ന് പറയാം. സർക്കാരിന്റെ ആശുപത്രികൾക്കപ്പുറത്ത് അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇന്നിപ്പോൾ തുന്നിക്കെട്ടിയ മുറിവിൽ ഭയങ്കര വേദന ഉണ്ടായി. പക്ഷേ സ്കാനിങ്ങിനകത്ത് ഉറുമ്പുകളെ കണ്ടു. നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്, നെറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ അവിടെ ഉറുമ്പുകൾ, ഭയങ്കര വേദന വന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ ഉറുമ്പുകളെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുമൊക്കെ അത് റാന്നിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ മേഖല. കോവിഡിന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു ഇന്ത്യ. അതെ, ആ ഒരു രാജ്യത്താണ് ഇപ്പം കേരള സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അത് റാന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. രോഗിയുടെ മുറിവിനുള്ളിൽ ഉറുമ്പിനെ കണ്ടെത്തിയത്. പക്ഷേ ആ ഒരു ചികിത്സ ഇപ്പം അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ളൊരു കേസായിരുന്നെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയിട്ട് അത് ചികിത്സിക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിൽ വിടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുവിടും. അപ്പോൾ അതിൽ വന്ന ഒരു വീഴ്ച തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ചിലർക്ക് മുറിവിനകത്ത് വ്രണം വന്ന് പുഴുക്കൾ വരുന്നു എന്ന് വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ മേഖലയിലെ വീഴ്ച തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഡോക്ടർമാർ എല്ലാവരും MBBS പഠിക്കുന്നു, ഡോക്ടേഴ്സ് ആവുന്നു. പക്ഷേ എത്ര പേര് കൃത്യമായിട്ട് സേവനം ചെയ്യുന്നു? ഇപ്പം നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഇപ്പൊ വീട്ടിലോ അല്ലെങ്കിൽ ക്ലിനിക്കോ നടത്തി പേഴ്സണലായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ പ്രൈവറ്റ് ആയിട്ട് ചികിത്സിക്കുന്നത്. പക്ഷെ അവിടെ കാണിക്കുന്ന ഒരു താല്പര്യം ഒന്നും തന്നെ അവർ ഇവിടെ കാണിക്കുന്നില്ല.